ഈശോയിൽ സ്നേഹമുള്ളവരെ, പെന്തക്കുസ്താ തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം ഏവർക്കും നേരുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുക. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ വ്യക്തിപരമായ ജീവിതത്തിലും അവരുടെ സഭാജീവിതത്തിലും വരുന്ന വലിയ മാറ്റങ്ങൾ, അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുക. സുവിശേഷം വായിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നൊരു കാര്യം ആ ശിഷ്യന്മാരുടെ മനോഭാവങ്ങളാണ്. വലിയ ഭയത്തിലും നിരാശയിലുമാണ് അവർ കഴിയുന്നത്. യഹൂദന്മാരെ വലിയ ഭയമാണ്. ഒപ്പം തന്നെ തങ്ങളിനി എങ്ങോട്ട് പോകും, എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള വലിയ പ്രതിസന്ധിയും അവർക്കുണ്ട്, നിരാശയുണ്ട്. പക്ഷേ ഈശോ കടന്നു വന്ന് സമാധാനം എന്ന് അവരോട് പറഞ്ഞ് അവരുടെ എല്ലാ കുറവുകളും ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കുന്ന രംഗമാണ് നമ്മൾ കാണുക. അപ്പോൾ ഭയവും തുടർന്ന് നിരാശയും ബാധിച്ച ശിഷ്യന്മാർക്ക് ഈശോ മാപ്പ് കൊടുക്കുകയാണ്, അവർ ചേർത്ത് പിടിക്കുകയാണ്, സമാധാനം എന്നുള്ള വലിയ സമ്മാനം നൽകുകയാണ്. തുടർന്ന് അവർ സന്തോഷിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഭയവും നിരാശയും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും വഴിമാറുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഭവനം, ആ മുറി മുഴുവൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമായി. ഈ സമാധാനം എന്ന് പറയുന്നത് വെറുമൊരു ആശംസയല്ല, ഈശോയുടെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അവർക്ക് പൂർണ്ണമായിട്ടും സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുക. അപ്പോൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ ഒന്നാമത്തെ ചിന്ത, പരിശുദ്ധാത്മാവ് നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ ഭവനത്തിൽ നിറയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. മനോഭാവങ്ങളിലെ മാറ്റം, ദിശാബോധത്തിലെ മാറ്റം, വലിയ പ്രതീക്ഷയും വലിയ കമ്മിറ്റ്മെൻറ്റുമായിട്ട് നീ മുന്നോട്ട് പോകുന്നു. ആ പരിശുദ്ധാത്മാവ് നിൻ്റെ ഹൃദയത്തിലും നിൻ്റെ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും നിറയുവാൻ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭാജീവിതത്തിലും നമ്മളായിരിക്കുന്ന കർമ്മമണ്ഡലത്തിലും ജോലിസ്ഥലത്തുമൊക്കെ വിദ്യാലയത്തിലും നാട്ടിലും നമ്മളായിരിക്കുന്ന എല്ലാ മേഖലയിലും പരിശുദ്ധാത്മാവ് നിറയാൻ നമുക്ക് ദിവസം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. മനോഭാവങ്ങളിലും മാനദണ്ഡങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ് എന്ന് ഈ ദിവസം നമുക്ക് തിരിച്ചറിയാം. പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തിജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. 19-ാം അധ്യായം 28-ാം വാക്യത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. ആ ദാഹം മാനുഷികമായ ദാഹമല്ല, ദൈവികമായ ദാഹമാണ്. 4-ാം അധ്യായം 14-ാം വാക്യം ഇപ്രകാരമാണല്ലോ, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ പ്രത്യേകമായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദാഹം പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹമാണ്. നമുക്ക് പരിശുദ്ധാത്മാവിന് നൽകാൻ ഈശോ ആഗ്രഹിക്കുന്ന ദാഹമാണ്. സമർത്ഥമായി പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് നൽകുന്നു. ഈ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്താണുണ്ടാവുക? നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും, വിശ്വസ്തയോടെ ജീവിക്കാൻ സാധിക്കും, ധാർമ്മികമായിട്ട് മുന്നേറാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ, അനുകമ്പയോടെ പെരുമാറാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളുണ്ടാകുമ്പോൾ അവയെ നേരിടാൻ, പ്രത്യാശയോടെ നേരിടാൻ നമുക്ക് സാധിക്കും. മരണത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക്, കർത്താവിലുള്ള വലിയ വിശ്വാസത്തിൽ മരണത്തെപ്പോലും അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കും. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തിജീവിതത്തിൽ വരുത്തുന്ന വലിയ മാറ്റങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ, ആ ഡിസേൺമെൻറ്റിനായിട്ട്, അത് തിരിച്ചറിയാൻ, വിവേചിച്ചറിയാനുള്ള കൃപയ്ക്കായിട്ട് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കണം.
അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റ്സ്, കൃപകൾ, ദാനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആ വലിയ തുറവിയുണ്ടാകും. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെ മാനിക്കാൻ നമുക്ക് സാധിക്കും. നമ്മിൽ നിന്ന് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാകുമ്പോൾ അവയെയും കേൾക്കാനും മനസ്സിലാക്കാനും എന്താണ് ദൈവഹിതം എന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കും. ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇന്ന് അത് വലിയ പ്രശ്നങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കൊക്കെ നയിക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കൃപ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ ഭവനത്തിലും നിൻ്റെ മനോഭാവങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് ഈ തുറവിയുണ്ടാകും, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കും, മറ്റുള്ളവർ പറയുന്നതിൽ നന്മ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആ ഒരു വലിയ വിശാല ഭാവം അത് പെന്തക്കോസ്താ തിരുനാളിൽ നമുക്ക് ലഭിക്കേണ്ടതാണ് എന്നുകൂടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, പരിശുദ്ധാത്മാവ് വരുമ്പോൾ സഭയിൽ നിനക്കുള്ള ദൗത്യമാണ്. പരിശുദ്ധാത്മാവ് പൂർണ്ണതയുള്ള മനുഷ്യരെയല്ല തൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റിയത്. ആത്മാവ് ഇടപെടുന്നു, വാതിലുകൾ തുറക്കപ്പെടുന്നു, സാധ്യതകളിലേക്ക് പാവപ്പെട്ടവരായ ശിഷ്യന്മാർ വളരുന്നു. ഇതാണ് നമ്മളവിടെ കാണുക. അപ്പം അതുകൊണ്ട് സഭയിൽ നിനക്ക് വലിയ ദൗത്യമുണ്ട്. വളരെ പാസീവ് ക്രിസ്ത്യൻസായിട്ടല്ല നമ്മൾ മാറേണ്ടത്. നമുക്ക് വിശുദ്ധ ബലി അർപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ ക്രിസ്തീയ സഭയിൽ, കത്തോലിക്കാ സഭയിൽ അംഗമാകുന്ന എന്നുള്ളതിൻ്റെ ഒരു അടയാളം. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. സഭയെ പടുത്തുയർത്താൻ ഞാൻ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ഓരോരുത്തർക്കും ഈ കടമയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ നമ്മളുടെ ചാരിറ്റബിൾ വർക്ക്, ടീം വർക്ക്, ഇടവകയിലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കാളികളാകുന്നത്, ഇടവകയിലെ പള്ളിയോഗത്തിൽ അല്ലെങ്കിൽ ഇടവകയുമായി ബന്ധപ്പെട്ട എല്ലാ ദൗത്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നതൊക്കെ സുപ്രധാനമാണ്. പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുന്ന ദൗത്യങ്ങൾ, സഭയെ വളർത്താൻ, കെട്ടിപ്പടുക്കാൻ നിനക്ക് നൽകുന്ന ദൗത്യങ്ങളെല്ലാം തന്നെ സ്വീകരിക്കാനും സർവാത്മന അതിനോട് സഹകരിക്കാനും തയ്യാറാകേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ വിശ്വസ്തദാസരുടെ അടയാളമാണ് എന്നോർക്കുക. ആകയാൽ സ്നേഹമുള്ളവരെ, ഈ പെന്തക്കോസ്താ ദിവസത്തിൻ്റെ വിചിന്തനത്തിന് സമാപനത്തിൽ നമുക്ക് ഓർക്കാം, പരിശുദ്ധാത്മാവ് നിൻ്റെ മനോഭാവങ്ങളിലും മാനദണ്ഡങ്ങളിലും മാറ്റം വരുത്തണം. നിൻ്റെ വ്യക്തിജീവിതത്തിലും അതുപോലെ തന്നെ സഭാജീവിതത്തിലും മാറ്റം വരുത്തണം. നിനക്ക് ഏറെ കാര്യങ്ങൾ സഭാസമൂഹത്തിൽ ചെയ്യാനുണ്ട്. ഒപ്പം തന്നെ വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് നിന്നെ വലിയ ദൗത്യം നൽകി അയക്കുന്നുണ്ട്. ആ വ്യക്തി തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമാണ്. കൂടുതൽ സ്നേഹിക്കാൻ, കൂടുതൽ ത്യാഗം ചെയ്യാൻ, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിലേക്ക് വളരാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ശക്തരാക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ഈ ദിനത്തിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ആമേൻ.